പണത്തിന് വേണ്ടി ഇവള് നമ്മുടെ കൂടെ കഴിയുന്നെങ്കിൽ എനിക്ക് ഇവളെ ആവശ്യമില്ല. കാർത്തിക് നമ്മളുടെ കൂടെ ഉണ്ടാവേണ്ടത് നമ്മുടെ ആവശ്യം. ഈ കുടുംബം പിരിഞ്ഞു പോകാൻ പാടില്ല. എല്ലാവരും ഒന്നിച്ച് ജീവിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ സ്വത്ത് മുഴുവനും ദാനം ചെയ്യാൻ പോവാണോ എടുത്തി? ഉണ്ണിയുടെ അനുവിന്റെയും കീർത്തിയുടെ ഭാവി എന്താവും? അവർക്കൊന്നും കൊടുക്കണ്ടേ ഏട്ടാ? അഖിൽ, അവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിന്റെ കുഞ്ഞ് ഈ വീട്ടിൽ തന്നെ ജനിക്കണം, ഇവിടെ തന്നെ ഉണ്ടാവണം, നമ്മുടെ കൂടെ ജീവിക്കണം. നമ്മളെല്ലാവരും ഇന്ന് ഒരുമിച്ച് തന്നെ ഉണ്ടാവണം. എത്രയോ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. അത് മറക്കല്ലേ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും മതിയാവില്ലാക്കി. ഇപ്പൊ സ്വത്തിനെ കുറിച്ചൊന്നും നീ ആലോചിക്കണ്ട. നിങ്ങളുടെ ഇഷ്ടം. പറയൂ കാർത്തിക, നിനക്ക് പകുതി സ്വത്ത് തരാം. നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഇവിടെ നിന്റെ കുഞ്ഞിനെ പ്രസവിക്കണം. സ്വത്ത് മാത്രമല്ല, വീട്ടിലെ അധികാരവും ഓഫീസിന്റെ ചുമതലയും നിനക്കാണ് കാർത്തിക. നീയും അഖിലും എന്നും ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രം മതി ഞങ്ങൾക്ക്. ദേവി ഇതൊന്നും മറക്കരുത് മോളെ. ഈ വീട്ടിൽ നീ സന്തോഷവതിയായിരിക്കും. അഖിലിനെ ഞങ്ങൾ നോക്കിക്കോളാം. നിനക്കിവിടെ സ്വാതന്ത്ര്യം സന്തോഷമൊക്കെ ഉണ്ടാവും. ഇവിടെ നിനക്ക് ഒരു കുറവും വരില്ല കാർത്തിക. നിന്നെ ആരും ഒന്നും പറയില്ല. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ആരോഗ്യം മാത്രം നോക്ക്. അതിനുശേഷം കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്ക്. സന്തോഷമായിട്ടിരിക്കും. സമ്മതിക്കേ, ഇതുപോലൊരു ചാൻസ് ഇനി നിനക്ക് കിട്ടിയെന്ന് വരില്ല. ഡിവോഴ്സ് വാങ്ങിയ ജീവനാംശല്ലാതെ വേറൊന്നും നിനക്ക് കിട്ടില്ല. ഇപ്പൊ ഇതിന് നീ സമ്മതിച്ചാ നീ ആഗ്രഹിച്ച എല്ലാം നിനക്ക് കിട്ടും. സ്വത്ത്, അധികാരം, അവകാശം എല്ലാം നിനക്ക് തന്നെയാ. ഈ വീട്ടിലുള്ളവരെല്ലാം ഒരു ഭാഗത്തിരിക്കുമ്പോ നിനക്കൊറ്റയ്ക്ക് അവരെ ഭരിക്കാം. നീ പറയുന്നതാ നിയമം, നിന്റെ വാക്കിനാ വില. ഞാൻ പറയുന്നത് കേൾക്കും മോളെ, ആലോചിക്കേ. കാർത്തിക സമ്മതിച്ചു, കാർത്തിക സമ്മതിച്ചു, കാർത്തിക സമ്മതിച്ചു. നോക്ക്, നിനക്ക് പാതി സ്വത്ത് കിട്ടിയ എന്റെ കാര്യം മറക്കരുത്. എനിക്ക് കമ്മീഷൻ തരാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ എനിക്കൊരു ഗിഫ്റ്റ് തമോളെ. നീ ഇതിന് സമ്മതിച്ചല്ലോ അല്ലേ കാർത്തിക? ഇനി ഡിവോഴ്സ് വേണമെന്ന് നീ പറയില്ലല്ലോ? ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? ഇവിടെ കുഞ്ഞിനെ പ്രസവിക്കില്ലേ നീ? ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു കാര്യം, എനിക്ക് എന്റെ മോമിനോട് സംസാരിക്കണം. അതിനെന്താ, നിന്റെ അമ്മയെ വിളിക്ക്, ഇവിടെ വെച്ച് സംസാരിക്കാം. അത് മാത്രമല്ല, ഓഫീസിൽ പോയി റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കണം. അതിനെന്തിനാ മോളെ ഓഫീസ് വരെ പോകുന്നത്? ഒന്ന് മെയിൽ അയച്ചാ പോരെ? പറ്റില്ല ഭാസ്കരേട്ടാ, എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓഫീസിൽ പോയി ആദിത്യമായി സംസാരിച്ച് എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തിട്ട് വരാം. വീണ്ടും നിന്റെ മനസ്സ് മാറില്ലല്ലോ അല്ലേ? നിങ്ങളും വാക്കുമാറ്റാൻ പാടില്ല. ഇപ്പൊ പറഞ്ഞതുപോലെ പ്രവർത്തിക്കണം. കാർത്തിക ഇത്രയും പെട്ടെന്ന് അതിന് സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. സ്വത്ത് കൊടുത്ത സമ്മതിക്കാതിരിക്കോ? മനുഷ്യരക്തം ദാഹിക്കുന്ന മൃഗത്തെ പോലെ പണം മോഹിക്കുന്ന മൃഗം അവള്. ഗർഭിണിയായിരിക്കുന്നവരെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. അവള് പണത്തിന് വേണ്ടി സമ്മതിച്ചതല്ല, മുതിർന്ന ഞാൻ പറഞ്ഞത് കൊണ്ടാ അവള് സമ്മതിച്ചത്. അമ്മയോട് സംസാരിച്ചിട്ട് പറയാന്നല്ലേ കാർത്തിക പറഞ്ഞത്. ഇനി അവരെന്തെങ്കിലും തരികട കാണിക്കൂ? അവരൊരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം. അവരെ കൂടി ഞാൻ സമ്മതിപ്പിക്കാം. നിങ്ങൾക്ക് എന്താ ഇത്ര ഇൻട്രസ്റ്റ്? അതെന്താടാ, നീയും കാർത്തികയും ഒന്നിച്ചിരുന്നാല് അത് കാണാൻ എനിക്ക് സന്തോഷം ഉണ്ടാവില്ലേ?
കാർത്തിക അഖിലും ഒരുമിച്ചുണ്ടെങ്കിൽ നന്നായിരിക്കും. അതിന് കാരണം വസുന്ധരയാണ്. ആ അവളാണ് ഈ പ്ലാൻ എന്നോട് പറഞ്ഞത്. പ്ലാനൊക്കെ എന്റെ തന്നെയാണ്. ത്യാഗം എല്ലാവരുടെ അല്ലേ. കാർത്തികയ്ക്ക് വേണ്ടി, ഒരു അവകാശിക്ക് വേണ്ടി സ്വത്ത് നിങ്ങളൊക്കെ വിട്ടുകൊടുക്കുക. ഈ കുടുംബം ഒരിക്കലും പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ഒരുപാട് ത്യാഗം ചെയ്യാ. ഒരുപാട് സന്തോഷം തോന്നാ ഇപ്പോ. എനിക്കൊരു വലിയ എമൗണ്ടാ കിട്ടാൻ പോകുന്നത്. ഞാനും രാജ സന്തോഷായിട്ട് ജീവിക്കും. കമേൻ. ഹായ് കാർത്തിക, നിനക്ക് വേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നേ. സെറ്റ്. പുതിയ ഈവന്റിനെ പറ്റി നിന്നോട് സംസാരിക്കണം. സോറി ആദിത്യ, ഞാൻ റിസൈൻ ചെയ്യാൻ പോവുക. വാട്ട്? എന്തിന്? എൻ്റെ വീട്ടിലുള്ളവര് ഈ ജോലി ചെയ്യണ്ടെന്ന് പറയുക. ഓഹോ, കമോൺ കാർത്തിക, നാളെ അല്ലേ നിന്റെ ഡിവോഴ്സ് കിട്ടാൻ പോകുന്നത്. ഇനി അവര് പറയുന്നതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഡിവോഴ്സ് വാങ്ങാനുള്ള ഐഡിയ ഇല്ല. അഖിലിന്റെ കൂടെ കഴിയാൻ ഞാൻ തീരുമാനിച്ചു. എന്താ തമാശ പറയാണോ? തമാശയല്ല, സീരിയസ് ആയിട്ടാ. പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു തീരുമാനം? ഞാനിപ്പോ കൺസീവ് ആയിരിക്കുക. എന്താ? ഞാൻ പ്രഗ്നന്റ് ആണ്. വാവ്, ഇത് സത്യമാണോ കാർത്തിക? നീ പ്രഗ്നന്റ് ആയോ? അതെ. Congrats, darling. Thank you so much. ഡോണ്ട് ടച്ച് മീ ആദിത്യ. എന്നെ തൊടാൻ പാടില്ല. എന്തു പറ്റി ബേബി? ഗുഡ് ന്യൂസ് പറഞ്ഞിട്ട് എന്നെ തള്ളി മാറ്റുന്നത് എന്തിനാ? ഡോണ്ട് കോൾ മീ ബേബി. ഞാൻ അഖിലിന്റെ വൈഫാണ്. സോ വാട്ട്? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ലേ ബേബി? നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ആദിത്യ? ഹേയ്, എന്താ നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? നമ്മൾ തമ്മിൽ അഫെയറിലാണല്ലോ. ഓൾറെഡി എല്ലാം കഴിഞ്ഞല്ലേ? സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്. അങ്ങനെ എന്ത് കഴിഞ്ഞു എന്ന്? അപ്പോഴേക്കും എല്ലാം മറന്നോ? ഈ ഓഫീസിൽ വെച്ച് നമ്മൾ എത്ര തവണ ഒന്നിച്ച് ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട്? ഡ്രിങ്ക്സ് കഴിച്ചാ? അതിനുശേഷം ഒന്നും നടന്നില്ലെന്നാണ്. നോ, ഞാൻ വിശ്വസിക്കില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒന്നായി കാർത്തിക. നിനക്ക് ഓർമ്മ കാണില്ല, അത്രേ ഉള്ളൂ. യു ചീറ്റർ. എന്റെ സിറ്റുവേഷൻ നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുകയാണോ? തിങ്ക് ബേബി, അഖിൽ കുറെ കാലമായിട്ട് വീൽ ചെയറിലാണല്ലോ. അതിനു മുന്നേ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പും ശരിയല്ല. ഡിവോഴ്സ് വാങ്ങേണ്ട സ്റ്റേജ് വരെ ആയില്ലേ? വീട്ടിലാണെങ്കിൽ എപ്പോഴും വഴക്കല്ലേ? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അഖില് കാരണം നീ പ്രഗ്നന്റ് ആവുന്നത് പോസിബിൾ ആണോ? നമ്മൾ രണ്ടുപേരുടെയും ഇടയിൽ ഒരു പ്രശ്നവുമില്ല. നമ്മൾ നല്ല ഫ്രണ്ട്ലി അല്ലേ? ഡ്രിങ്ക്സ് കഴിച്ചപ്പോൾ നമ്മൾ ക്ലോസ് ആയി. അതിന്റെ റിസൾട്ടാണിത്. ഞാനിത് വിശ്വസിക്കില്ല. നിങ്ങൾ അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കിടയിൽ ഒന്നും നടന്നിട്ടില്ല. ശരി, ഡോക്ടർ പറഞ്ഞാൽ നീ വിശ്വസിക്കോ? ഡോക്ടർ എങ്ങനെ പറയും? ഒരു കാര്യം ചെയ്, നീ ഇവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോ. അവിടെ ടെസ്റ്റ് ചെയ്യാലോ. നീ ചെയ്തു നോക്ക്. ആ ടെസ്റ്റില് നിന്റെ വയറ്റിലുള്ളത് ആരുടെ ബേബിയാണെന്നും എത്ര മാസമായെന്നൊക്കെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുമല്ലോ. അപ്പം നിനക്ക് വിശ്വാസം വരും. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നിന്നോട് എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നില്ല. എനിക്കും നിന്റെ മേലെ അങ്ങനെയുള്ള ഒരു ഫീലിങ്സും ഇല്ല കാർത്തിക. പക്ഷേ അന്ന് നമ്മൾ ഡ്രിങ്ക്സ് കഴിച്ചപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. ഇതാണ് സത്യം. വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഞാൻ ഇപ്പൊ തന്നെ പോകാം. നീ അല്ലെന്ന് ഞാൻ പ്രൂവ് ചെയ്യാം. Poor girl. ഞാൻ വിരിച്ച വലയിൽ വീണു. എഴുന്നേൽക്ക് അഖിൽ. എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചു നോക്ക്. ഞങ്ങൾ നിന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ അഖിൽ. എഴുന്നേറ്റ് നടക്ക്. എഴുന്നേൽക്ക്.
കമോൺ ചെറിയച്ച, ചെറിയച്ചിന് പറ്റും, എഴുന്നേക്ക്. ട്രൈ ചെയ്യ് ചെറിയച്ച, എഴുന്നേറ്റ് നടക്ക്. എഴുന്നേൽക്ക് അഖിൽ, ട്രൈ ചെയ്യൂ. ആ അങ്ങനെ തന്നെ. സൂക്ഷിച്ച്. അഖിൽ, സൂക്ഷിച്ച്. അഖിൽ എഴുന്നേറ്റ് തുടങ്ങി. പതുക്കെ. പുലരിയിൽ ഇളം സൂര്യനായി ശലഭമേ പറന്നേറാം. ഒരു സന്ധ്യ നീർത്ത മലയോരം മഴ നനഞ്ഞ കാറ്റാവാം. ദൂരെ പാടുമൊരു മരതകപ്പുഴയിൽ ദൂതായി പോയി വരും. പതുക്കെ നടന്നാ മതി അഖിൽ. ശ്രദ്ധിച്ച് പതുക്കെ നടക്ക്. നീട്ടുമൊരു പവിഴ അഖിൽ, ഇതുപോലെ ശ്രമിച്ചു നോക്ക്, നിന്നെ കൊണ്ട് നടക്കാൻ കഴിയും. നടക്ക് അഖിൽ. അഖിൽ പതുക്കെ. പതുക്കെ പതുക്കെ കാലെടുത്ത് വെക്കാം. സൂപ്പർ ചെറിയച്ച, നടക്കാൻ ശ്രമിക്കേ. സൂക്ഷിച്ച് ചെറിയച്ച. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് പതുക്കെ എടുത്ത് വെച്ച് നടക്കാൻ ശ്രമിച്ചു നോക്കടാ, നിന്നെ കൊണ്ട് അതിന് കഴിയും. കമോൺ അഖിൽ. അഖിൽ സൂക്ഷിച്ച്. അഖിൽ ശ്രദ്ധിച്ച്, ശ്രദ്ധിച്ച്. കുറച്ചു നേരം ഇരിക്കുക അഖിൽ. പതുക്കെ ബാലൻസ് ചെയ്തോ. എന്നെ കൊണ്ട് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഒന്ന് ശ്രമിച്ച് നോക്ക് അഖിൽ. എന്നെ കൊണ്ട് പറ്റുന്നില്ല എടുത്തി. നല്ല വേദന എടുക്കാ. ഒന്നും പറ്റില്ലടാ, ട്രൈ ചെയ്യേ. ട്രൈ ചെയ്യ് ചെറിയച്ച. കമോൺ ചെറിയച്ച, ചെറിയച്ച നടക്കും. വസുന്ധര അവനെ വിട്ടേക്ക്. ട്രൈ ചെയ്യ് അഖിൽ. എടുത്ത് കൈ വിട്ടേക്ക്. പതുക്കെ വാ, നടക്ക. ട്രൈ. കമോൺ അഖിൽ, യു ക്യാൻ ഡു ഇറ്റ്. പ്ലീസ് ഏട്ടാ, എന്നെ കൊണ്ട് കഴിയുന്നില്ല. കാലനക്കാൻ പോലും പറ്റുന്നില്ല. ഒന്ന് ശ്രമിക്കൽ. ഭയങ്കരമായിട്ട് വേദന എടുക്കുക ഏട്ടാ. ഒരു മിനിറ്റ് ഇരിക്കാം. ഇരിക്കാം. പതുക്കെ. ഇരിക്കാം പതുക്കെ. ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോൾ തന്നെ അവൻ നന്നായിട്ട് വേർത്തു. നല്ല വേദന ഉണ്ടോ അഖിൽ? ഏട്ടാ, ഇന്ന് അഖിലിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്കൊന്ന് പോയാലോ? പോകുന്നതായിരിക്കും നല്ലത് ബി. ഡോക്ടറെ ഒന്ന് കണ്ടിട്ടും ഒരുപാട് നാളായില്ലേ. ഉടനെ പുറപ്പെടാ പി. ഡോക്ടർ എന്താ പറയുന്നതെന്ന് നോക്കാലോ. എവിടെയും പോകണ്ട ഏട്ടാ. എൻ്റെ ലൈഫിന് ഇങ്ങനെയാ. എന്നെ കൊണ്ട് നടക്കാൻ പറ്റില്ല. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. നിന്നെ കൊണ്ട് നടക്കാൻ കഴിയും. നീ പരിശ്രമിച്ചാൽ അത് നടക്കും. എനിക്ക് തന്നെ അറിയാം. എൻ്റെ കാലുകൾക്ക് തീരെ ബലമില്ല, ശരീരത്തിന് ശക്തിയുമില്ല. ശക്തി ഉണ്ടടാ. ശക്തി ഇരിക്കുന്നത് ശരീരത്തിലല്ല, മനസ്സിലാണ്.
നിന്റെ ശക്തി നിന്റെ മനസ്സിനുണ്ടാവണം. നിനക്ക് നടക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ആ വിശ്വാസം നിന്നെ നടക്കാൻ സഹായിക്കും. തീർച്ചയായിട്ടും ഉടനെ തന്നെ നീ എണീറ്റ് നടക്കും. അത് ഡോക്ടർ പറഞ്ഞതല്ലേ. പക്ഷെ നീ അതിന് ട്രൈ ചെയ്യണം. നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല ചെറിയച്ച. ചെറിയച്ചനെ കൊണ്ട് തീർച്ചയായിട്ടും നടക്കാൻ പറ്റും. ചെറിയച്ചൻ നടക്കുന്ന പോലെ, ഓടുന്ന പോലെ, ഞങ്ങളോട് കളിക്കുന്ന പോലെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ചെറിയച്ചൻ നടക്കും. എന്റെ സ്വപ്നം സത്യമാവും. വസുന്ധര, താൻ റെഡിയാവും. നമുക്ക് അഖിലിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം. റെഡിയാകേട്ടാ. പറയൂ, എന്താ നിങ്ങളുടെ പ്രോബ്ലം? ഞാനിപ്പോൾ കൺസീവ് ആണെന്നൊരു ഡൗട്ടുണ്ട് ഡോക്ടർ. ഒന്ന് സ്കാനിങ് ചെയ്ത് ബേബിക്ക് എത്ര മാസമായെന്ന് അറിയാനാ. നിങ്ങൾ തനിച്ചാണോ വന്നിരിക്കുന്നത്? നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഹസ്ബൻഡ് വന്നില്ലേ? അദ്ദേഹം ഓഫീസിൽ ബിസിയാണ്, അതുകൊണ്ടാ. ശരി, എൻ്റെ കൂടെ വരൂ. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നീ പോസിറ്റീവ്. നീ ഉറപ്പായിട്ട് നടക്കുക തന്നെ ചെയ്യും. ലാസ്റ്റ് ടൈം ഡോക്ടർ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. പക്ഷെ എന്താ, കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. നീ റിലാക്സ് ആയിട്ടിരിക്കുക. നല്ല മെഡിസിൻസ് സജസ്റ്റ് ചെയ്യാൻ പറയാം നമുക്ക്. തെറാപ്പി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാം. എങ്ങനെയെങ്കിലും നീ നടക്കുന്നത് കാണണം. നീ ഡിപ്രസ്ഡ് ആകാതെ. നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? ഡോക്ടർ, റിസൾട്ട് എന്തായി? കൺഗ്രാറ്റ്സ്, നിങ്ങളുടെ ഡൗട്ട് കൺഫേം ആയി. നിങ്ങൾ പ്രഗ്നൻ്റാ. താങ്ക്സ് ഡോക്ടർ. ബേബിക്ക് എത്ര മന്തായി? 2 months. ഡോക്ടർ, 2 monthsോ? അതെ, നിങ്ങളുടെ വയറ്റിൽ 2 മാസമായ ബേബിയുണ്ട്. ബേബി എന്ന് പറയുമ്പോൾ ഇത് അഖിൽ കാരണമല്ലേ? ആദിത്യ പറഞ്ഞത് സത്യമാണോ? അയാൾ കാരണമാണ് ഞാൻ കൺസീവ് ആയത്. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ലേ? നമ്മൾ തമ്മിൽ അഫയറിലല്ലേ? അങ്ങനെയല്ലേ എല്ലാം സംഭവിച്ചേ? അതിനുശേഷം ഒന്നും നടക്കില്ലെന്നാണ്. താങ്ക്സ് മാത്രമേ ഉള്ളൂ. അപ്പോ എന്റെ ബേബിയുടെ ഫാദർ ആദിത്യയാണോ? അപ്പോ ഞാൻ മദ്യപിച്ച് തെറ്റ് ചെയ്ത് പോയെന്നാണോ? എന്താ ഇത്ര അധികം ആലോചിക്കുന്നേ? നിങ്ങളുടെ ഹസ്ബൻഡിനെ കോൾ ചെയ്ത് പറയും. എന്താ പറയുന്നത് മാഡം? യെസ് ഡോക്ടർ, എന്നെ മനസ്സിലാക്കണം. എൻ്റെ ഫാമിലിയുടെ ചുറ്റുപാടിപ്പ് നല്ലതല്ല. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ എനിക്ക് ബെയർ ചെയ്യാൻ പറ്റില്ല. പ്ലീസ് ബേബിയെ ഇല്ലാതാക്കിക്കോളൂ. അതെങ്ങനെ മാഡം ചെയ്യാൻ പറ്റും? അത് ക്രൈമാണ്. ഞാൻ ചെയ്യില്ല. പ്ലീസ് ഡോക്ടർ, എൻ്റെ വീട്ടിലെ അവസ്ഥ ഇപ്പോൾ ശരിയല്ല. എന്നെക്കൊണ്ട് കുഞ്ഞിനെ ശരിക്കും വളർത്താൻ പറ്റില്ല. വീടിന്റെ അവസ്ഥ ശരിയായ ശേഷം ഞാൻ വീണ്ടും ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്തോളാം. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് ബേബിയെ വേണ്ട. പ്ലീസ് ഡോക്ടർ, എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കൂ. ഓക്കെ, നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് ചെയ്യാം. താങ്ക്സ് മാഡം. നിങ്ങൾ എൻ്റെ കൂടെ വരൂ.